guys, it's me MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരളത്തിൽ ശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ 8ഓളം ജില്ലകൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. വരും മിനിറ്റുകളിലോ വരും മണിക്കൂറുകളിലോ അടുത്ത ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുമോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ മറ്റൊരു ജില്ല കൂടി അവധി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ നിലവിൽ അവധി ലഭിച്ചിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ കളക്ടർ ഫേസ്ബുക്കിലൂടെ അറിയിച്ചിട്ടുണ്ട്. തൃശ്ശൂരാണെങ്കിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട് ജില്ലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ തന്നെയാണ് നമ്മുടെ ഓഗസ്റ്റ് 2 വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാലാമതായിട്ട് കണ്ണൂർ ജില്ലയിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണെന്ന് കണ്ണൂർ ജില്ലയും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ പാലക്കാട് ജില്ലയിലും അവധിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ തന്നെയാണ്. പാലക്കാട് ജില്ലയിൽ കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോഴാണ് വായിച്ചത്. പാലക്കാട് ജില്ലയിൽ കോളേജുകൾക്കും പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമല്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ സ്റ്റേറ്റ്, CBSE, ICSE സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ തുടങ്ങിയ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഒരു ഡേഞ്ചർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് കൂടി നമ്മുടെ കാസർഗോഡിലെ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് പരിഗണിച്ച് ദുരന്തം കണക്കിലെടുത്ത് പ്രഖ്യാപിച്ച അവധി ദിവസങ്ങളിൽ ചില ട്യൂഷൻ സെന്ററുകൾ പ്രവർത്തിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ഇവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നടപടി സ്വീകരിക്കും. ഉത്തരവ് ലംഘിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാ വില്ലേജ് ഓഫീസർമാരും ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ട്യൂഷൻ സെന്ററിന്റെ മേധാവികൾ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് അറിയിക്കുകയാണ് MS സൊല്യൂഷൻസ് കേട്ടോ. ഓക്കെ, പിന്നെ ഇടുക്കി ജില്ലയിലും അവധിയാണെന്ന് പ്രത്യേക രീതിയിൽ തന്നെ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അതെ, നാളെയും സ്കൂളുകൾക്ക് അവധിയാണ്. പക്ഷേ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അല്ല കേട്ടോ എന്നാണ് നമ്മുടെ കളക്ടർ പറയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന ഗജനപാറ GHSS, ചിത്തിരപുരം GHSS എന്നീ സ്കൂളുകൾക്ക് മാത്രമാണ് അവധി പ്രഖ്യാപിച്ചത്. അപ്പോൾ ഹോംവർക്കൊക്കെ തീർത്ത് ഇടുക്കിയുടെ മിടുക്കന്മാരും ഇടുക്കികളും സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുവല്ലേ എന്നാണ് കളക്ടറുടെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു പോസ്റ്റാണ്. തീർച്ചയായിട്ടും 2 സ്കൂളുകൾക്ക് മാത്രമേ ഇടുക്കി ജില്ലയിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടതാണ്. 8ഓളം ജില്ലകളിലാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 9ാമത്തെയോ 10ാമത്തെയോ ജില്ല വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ലേറ്റസ്റ്റ് ആയിട്ട് അറിയിക്കുന്നതായിരിക്കും. വീണ്ടും കൂടുതൽ അപ്ഡേറ്റുകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത് വരെ ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.